നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ ഡൗട്ട്സുകളും ക്ലാരിറ്റി കുറവും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. എക്സാമ്പിൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് മറ്റ് കോഴ്സുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് പ്രത്യേകത? ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് എല്ലാവർക്കും പഠിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്? എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്? അതുപോലെ തന്നെ വിദേശത്ത് ജോലി സാധ്യതകളുണ്ടോ? ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കണോ അതോ സെൽഫ് ലേൺ ചെയ്യണോ? ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സുകളുണ്ട്. അതുപോലെ തന്നെ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാലറി എത്രയായിരിക്കും? ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ പാത്ത് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള സാലറീസ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയുള്ള കുറേ ഡൗട്ട്സുകളുണ്ട്. നമുക്ക് ഇന്ന് അതെല്ലാം ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് എന്താ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയാം. നിങ്ങൾക്ക് ഒരുവിധം പേർക്ക് അറിയാം എന്താണ് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. ഓൺലൈൻ മീഡിയാസ് ത്രൂ നമ്മളുടെ അല്ലെങ്കിൽ ഓൺലൈൻ ചാനൽസ് ത്രൂ നമ്മളുടെ പ്രൊഡക്റ്റിനെയോ സർവീസസിനെയോ മാർക്കറ്റ് ചെയ്യുന്ന രീതിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് മേ ബി എന്തൊക്കെ യൂസ് ചെയ്തുകൊണ്ടാവാം. സോഷ്യൽ മീഡിയ മാത്രമല്ല, വെബ്സൈറ്റ്, ഗൂഗിൾ അല്ലെങ്കിൽ ഇമെയിൽസ്, ഇങ്ങനെ പല ചാനൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. എന്താണ് AI ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്? എല്ലാവരും കേട്ടിട്ടുണ്ടാവും AI ഇൻ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേർഡ്. അപ്പോൾ AI എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇപ്പം നിങ്ങൾ ChatGPT എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ടാവില്ലേ? അതെന്താണ്? ഒരു ചാറ്റ് ബോട്ടാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ എന്തെങ്കിലും ഒരു ക്വറി അതിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ അതിൻ്റെ ആൻസർ കിട്ടുന്നു അല്ലേ? അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, അപ്പോൾ AI അല്ലെങ്കിൽ ഈ ChatGPTയും ഗൂഗിളും ഒന്നാണോ? അല്ല. അതായത് ഗൂഗിളിൽ നമുക്ക് എന്താ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ ആൻസർ നമുക്ക് കാണുന്നത് വെബ്സൈറ്റിൻ്റെ ലിങ്കുകളാണ് അല്ലേ? അപ്പോൾ അത് ഒരിക്കലും ഒരു ചാറ്റ് ബോട്ടോ അല്ലെങ്കിൽ ഒരു AI ടൂളല്ല. ChatGPT എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ GPT എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. അതായത് ആ ഒരു ടൂളിനെ കുറേ ഇൻഫോർമേഷൻസ് കൊടുത്ത് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ ഇൻഫോർമേഷൻസിൻ്റെ ബേസിസിലാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ അതിനടുത്ത് ചോദിക്കുന്ന സമയത്ത് അത് നമുക്ക് റെസ്പോൺസ് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ChatGPT നിന്ന് കിട്ടുന്ന ഒരു ആൻസറിൽ ലിങ്കുകളാണോ ഉള്ളത്? വെബ്സൈറ്റിൻ്റെ ലിങ്കുകളാണോ? നമ്മൾ പോയിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണോ? വേണ്ട, നമുക്കതിൽ ആൻസേഴ്സ് കിട്ടുന്നുണ്ട്. എക്സാക്റ്റ് ഇന്നതാണ് അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ ഈ AI ടൂളുകൾ വരുമ്പോൾ അത് നമ്മളുടെ ജോലിനെ കുറച്ചുകൂടി ഈസി ആക്കുകയാണ്. അത് ഈവൻ എന്ത് ടൈപ്പിലായിക്കോട്ടെ, ഈവൻ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാനായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് കോണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിരിക്കും. അപ്പോൾ എല്ലാത്തിനും AI ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് AI ഇൻ്റഗ്രേറ്റഡ് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, ഈ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് ശരിക്കും AI യൂസ് ചെയ്യാതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ അറിയുമ്പോഴാണ് അവർ ശരിക്കും ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആവുന്നത്. അടുത്തൊരു കാര്യം, എങ്ങനെ പഠിക്കണം എന്നാണ്. സെൽഫ് ലേൺ വേണോ അതോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണം? അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ചോയ്സാണ്. അതായത് നിങ്ങൾക്കൊരു നല്ലൊരു സീരിയസ് കരിയർ ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവിടെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു മെത്തേഡിൽ കൂടി ആയിരിക്കും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. കറക്റ്റായിട്ട് ഇന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു മെൻറ്റർഷിപ്പ് കിട്ടാനും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാനും അത് ഹെൽപ്പ് ചെയ്യും. കാരണം എസ്പെഷ്യലി നിങ്ങളൊരു ജോബിനൊക്കെ വേണ്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർ നല്ലൊരു ഫൗണ്ടേഷൻ കിട്ടിയാലാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനും പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, ലൈവ് പ്രൊജക്ട്സുകൾ, ഇതൊക്കെ കുറച്ചും കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുമ്പോഴായിരിക്കും. കാരണം ഇൻ്റർവ്യൂസിൻ്റെ സമയത്ത് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവണം. ഇനി അതല്ല നിങ്ങൾക്ക് ജസ്റ്റ് ഇത് കോഴ്സിനെ പറ്റി, ജസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി അറിഞ്ഞാൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ലേൺ ചെയ്യാം, നോ പ്രോബ്ലം. എല്ലാ റിസോഴ്സസും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണല്ലോ. മറ്റ് ജോബ് ഓറിയൻറ്റഡ് കോഴ്സുകളൊക്കെ അപേക്ഷിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇതിൽ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റിയും മാർക്കറ്റിങ്ങും ടെക്നോളജിയൊക്കെ ഒന്നിച്ച് വരുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കരിയർ ഓപ്ഷനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എസ്പെഷ്യലി ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഗ്രോത്തിനെ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ ബിസിനസ് ഗ്രോത്ത് ഇതൊക്കെ പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് നല്ലൊരു കരിയർ ഓപ്ഷനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പിന്നെ അത് കൂടാതെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 9 to 5 ജോബ് അല്ലെങ്കിൽ ഫുൾ ടൈം ജോബിലുപരി നിങ്ങൾക്ക് നല്ലൊരു ഫ്രീലാൻസിങ് ഓപ്പർച്യൂണിറ്റി ഇതിൽ കൂടെ കിട്ടും. അതുകൂടാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഇ-കൊമേഴ്സ് സ്റ്റോർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഏജൻസി ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ
നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ നിങ്ങൾക്ക് കിട്ടും. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ആർക്കൊക്കെ പഠിക്കാം? നിങ്ങളൊരു ജോലിക്ക് വേണ്ടി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ +2 ഓർ ഡിഗ്രി, എനി ഡിഗ്രി പാസ്സായിട്ടുള്ള ബേസിക് ഇംഗ്ലീഷ് നോളജും ബേസിക് കമ്പ്യൂട്ടർ നോളജും ഉള്ള ആർക്ക് വേണമെന്നുണ്ടെങ്കിലും കോഴ്സ് പഠിക്കാൻ പറ്റും. പിന്നെ ഒരു +2കാരൻ്റെ ഒരു കരിയർ പാത്ത് ആയിരിക്കില്ല ഒരു ബിടെക്കാരന്. ഇനി അവരുടെ ക്വാളിഫിക്കേഷൻ മാത്രമല്ല, നിങ്ങളുടെ സോഫ്റ്റ് സ്കില്ലും നിങ്ങളുടെ കാലിബറും നിങ്ങളുടെ IQ ലെവലും ഇതൊക്കെ അനുസരിച്ച് കരിയർ പാത്തിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ചെറിയൊരു ജോലി തൊട്ട് ഏത് ഹൈറ്റ്സിലേക്ക് വേണമെങ്കിലും പോകാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു മേഖലയിലുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പാഷൻ വേണം. പാഷൻ ഉണ്ടാവുന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ പറ്റി കൂടുതൽ അറിയുമ്പോഴാണ് നിങ്ങൾക്ക് പാഷൻ ഉണ്ടാവുന്നത്. നിങ്ങൾ ഫുട്ബോൾ കളിക്കില്ല, കളി കാണില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഫുട്ബോളിനോട് പാഷൻ ഉണ്ടാവുമോ? ഇല്ല. ഇതുപോലെ തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനായിട്ട് ഫീസ് എത്രയാവും? നോർമലി 3 to 4 മന്ത് അല്ലെങ്കിൽ 6 മന്ത്, ഇങ്ങനെ 2 ടൈപ്പ് കോഴ്സാണ് ഉള്ളത്. 3 to 4 മന്ത് കോഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ 25,000 to 50,000 ഒക്കെ വരെ ഫീസ് വാങ്ങുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതുപോലെ തന്നെ 6 മന്ത് കോഴ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 60,000 to ഒരു 1 lakh ഒക്കെ വരെ കോഴ്സ് ഫീസ് വാങ്ങുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ പലതരത്തിലാണ് ഫീസ് ഉള്ളത്. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പല പല ഫീസസ് വാങ്ങുന്നതിന് പല റീസൺസ് ഉണ്ട്. അതിലൊരു വലിയൊരു കോസ്റ്റ് ഫാക്ടർ ഉണ്ട്. അതായത് മേ ബി അവരുടെ റെൻറ്റ് അല്ലെങ്കിൽ ഒരു ഓവർ ഹെഡ് എക്സ്പെൻസ്, പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിൻ്റെ സാലറി, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവർ ഫീസ് തീരുമാനിക്കുന്നത്. പലരൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3,000 രൂപയുടെ കോഴ്സ് പഠിച്ചിട്ട് ഒരു 3 ലക്ഷം രൂപ ഇയർലി സാലറി കിട്ടുന്ന ഒരു ജോബൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത് ശരിയല്ലല്ലോ. കാരണം എന്താ പറയുക, നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ. 3,000 രൂപയുടെ കോഴ്സിൽ നമ്മൾ അത്രയും ഒരു കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലൊരു കോഴ്സ് നോക്കിയിട്ട് നല്ല സിലബസ് അല്ലെങ്കിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി ചൂസ് ചെയ്യുക. അതിൽ നമ്മൾ ഒരുപാട് പ്രൈസിനെ ബോദർ ചെയ്യണ്ട. കാരണം നമ്മൾ നോളജ് ആണല്ലോ നമുക്ക് കിട്ടുന്നത്, അത് എപ്പോഴും പിന്നീട് യൂസ്ഫുൾ ആയിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ആ ഒരു കൊടുക്കുന്ന ആ ഒരു ഫീസ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കാം. അത് നിങ്ങൾക്ക് എന്ത് തന്നെ ആയാലും ഒരു 1 ഇയറിൽ തിരിച്ച് കിട്ടും. പിന്നെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ബോണസാണ്. നിങ്ങൾക്ക് ലൈഫ് ലോങ് നല്ലൊരു കരിയർ, നല്ലൊരു ജോബ് അല്ലെങ്കിൽ ഫ്രീലാൻസ് ഓപ്പർച്യൂണിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ബോണസായിട്ട് കിട്ടുന്നുണ്ട്. മിക്കവരും ചോദിക്കുന്ന വേറൊരു കാര്യമാണ് 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഉണ്ടോ അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഉണ്ടോ എന്നുള്ളതൊക്കെ. ശരിക്കും അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? ശരിക്കും അങ്ങനെ ചോദിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോൺ കോളിൽ കൂടി ഒന്നും ആർക്കും ഒരു പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടി തന്നിരിക്കും അല്ലെങ്കിൽ ജോലി തന്നിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അത് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഇത് മറ്റ് ജോബുകളെയോ അല്ലെങ്കിൽ മറ്റ് കോഴ്സുകളെ പോലെയോ അല്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റർക്ക് ജോലി കണ്ടുപിടിക്കാൻ സ്വയം പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റർ അല്ല. ഓക്കെ, അതായത് ഇഷ്ടം പോലെ പ്ലാറ്റ്ഫോംസുകളുണ്ട്. അതായത് ഇപ്പോൾ ഇൻഡീഡ് ആയിക്കോട്ടെ, ലിങ്ക്ഡിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നൗക്കരി, അങ്ങനെ ഇഷ്ടം പോലെ പ്ലാറ്റ്ഫോംസുകളുണ്ട്. നിങ്ങൾക്ക് കമ്പനീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയാസിലേക്കുള്ള ജോബുകൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റർ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ചില കമ്പനീസ് ഓഫർ ചെയ്യുന്നുണ്ട് ഈ പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി, 100% ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവർ എന്തുകൊണ്ടായിരിക്കും ഓഫർ ചെയ്യുന്നത്? അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒരുപാട് ഇൻ്റർവ്യൂസ് ഒക്കെ തരും. അപ്പം നിങ്ങൾക്ക് ഫിറ്റാണോ അത് എന്നുള്ളതൊന്നും ചിലപ്പോൾ അവരത് നോക്കുന്നുണ്ടാവില്ല. എങ്ങനെയെങ്കിലും ആ ഒരു പ്ലേസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ഇൻ്റർവ്യൂസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പം നിങ്ങളാണ് നിങ്ങളുടെ കരിയർ പാത്ത് എന്താ പറയണ്ട ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്തുനിന്നും നിങ്ങൾ ചെയ്യാം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൂൺ ഫീഡിങ് എക്സ്പെക്റ്റ് ചെയ്യരുത് എപ്പോഴും. നിങ്ങൾ സ്വയം കണ്ടുപിടിക്കാനും ഇതൊക്കെ ഉള്ളൊരു കാര്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കണം. അടുത്തത് ഓൺലൈൻ വേണോ ഓഫ്ലൈൻ വേണോ എന്നുള്ളതാണ്. അപ്പോൾ രണ്ടിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. പക്ഷെ നിങ്ങളൊരു ജോബിന് വേണ്ടിയിട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും ഓഫ്ലൈനായിട്ട് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഒരുപാട് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. നിങ്ങൾക്ക് ലൈവ് പ്രോജക്റ്റിൽ എന്താ പറയുക ഇൻവോൾവ് ആവാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഒരു 1-on-1 മെൻറ്റർഷിപ്പ്, ഒരു പേഴ്സണൽ അറ്റൻഷൻ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ലൈവായിട്ടുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ കിട്ടും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജോബിന് വേണ്ടി നോക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മെൻറ്റർഷിപ്പും അല്ലെങ്കിൽ കുറേ എക്സ്പീരിയൻസസ് ഒക്കെ ഗെയിൻ ചെയ്യാൻ പറ്റും. അതാണ് ഓഫ്ലൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓൺലൈൻ ആകുമ്പോൾ
ക്രെഡൻഷ്യൽസും ആക്സസ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും ജോബിന് വേണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഫ്ലൈൻ കോഴ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്തൊരു വേറൊരു ക്വസ്റ്റ്യനാണ് സിലബസിനെ പറ്റിയിട്ട്. എല്ലാവർക്കും ഒരുപാട് ഡൗട്ടുള്ള ഏരിയ ആണത്. അതിൽ ബേസിക്കായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് 3 to 4 month ഒക്കെ കോഴ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, SEO, ഗൂഗിൾ ആഡ്സ്, ഇമെയിൽ മാർക്കറ്റിംഗ്, അതുപോലെ യൂട്യൂബ് SEO ഇങ്ങനെയുള്ള ബേസിക് മൊഡ്യൂളുകളാണ് നോർമലി ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ഒരു അഡ്വാൻസ്ഡ് കോഴ്സ് ആണെങ്കിൽ ഒരു 6 month അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറേഷനിലൊക്കെ ഉള്ള കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ മൊഡ്യൂൾസിൽ പുറമെ കുറച്ച് അഡീഷണൽ മൊഡ്യൂൾസുകൾ ഉണ്ടാവും. അതായത് പെർഫോമൻസ് മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഇ-കൊമേഴ്സ്, അല്ലെങ്കിൽ എന്താ പറയുക ആപ്പ് സ്റ്റോർ ഒപ്റ്റിമൈസേഷൻ, അങ്ങനെ കുറച്ചുകൂടെ അതർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, പെക്സ് അല്ലെങ്കിൽ അങ്ങനെ ലിങ്ക്ഡിൻ മാർക്കറ്റിംഗ് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ച് സിലബസിൽ കുറച്ച് വ്യത്യാസങ്ങളാണ് ഈ ഒരു 2 കോഴ്സുകൾ തമ്മിൽ ഉണ്ടാവുന്നത് മെയിനായിട്ട്. അതുപോലെ 2 ടൈപ്പ് കോഴ്സിൽ വരുമ്പോഴും ഇൻറ്റേൺഷിപ്പിൻ്റെ ഡ്യൂറേഷനിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഇതിലപ്പോൾ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ജോലി അങ്ങനെയൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 month ചൂസ് ചെയ്താലും നോ പ്രോബ്ലം, നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോലിയൊക്കെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കണം, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇത് പഠിക്കണം, ടോപ്പിക്കിലേക്ക് കുറച്ചുകൂടി ഇറങ്ങി ചെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കണം എന്നൊക്കെയാണ് നിങ്ങളുടെ ഒരു പർപ്പസ്. പിന്നെ നിങ്ങൾക്ക് ഒരു ടീം ലീഡിലേക്കൊക്കെ പോകണം, അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻ്റ് ആവണം, അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി 6 month കോഴ്സ് ആയിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവുക. അടുത്തതായിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടാണ് ചോദിക്കാറ്, എങ്ങനത്തെയൊക്കെ കമ്പനിയിൽ ജോലി കിട്ടും എന്നുള്ളത്. ഇവൺ ഒരു സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ആയിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിക്കോട്ടെ, ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, ജ്വല്ലറി, റിയൽ എസ്റ്റേറ്റ്, ഫിനാൻസ് കമ്പനി, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനി, പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് കമ്പനി, റിസോർട്ടുകൾ, ഫാഷൻ സ്റ്റോറുകൾ, ടെക് സ്റ്റാർട്ടപ്സ്, ഈവൺ ഒരു ക്ലീനിങ് കമ്പനി ആയിക്കോട്ടെ, ഒരു ഡിജിറ്റൽ മാർക്കറ്റർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെയാണ്. എല്ലാ കമ്പനീസിലും ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് വാക്കൻസീസ് ഉണ്ട്. അപ്പോൾ അത് ഇന്ത്യയിൽ മാത്രമല്ല, വിദേശത്തായിക്കോട്ടെ എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ് ഓപ്പർച്യൂണിറ്റീസ്. ഇവൻ നിങ്ങൾ പുറത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കുറച്ച് നാൾ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആവുമല്ലോ. അതെപ്പോഴും നല്ലതായിരിക്കും. വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് കുറച്ച് പേര് ചോദിക്കാറുണ്ട്. അതായത് ഇപ്പോൾ മാരീഡൊക്കെ ആയി ബേബീസ് ഒക്കെ ഉള്ള ആളുകളാണ് ഇത് കൂടുതൽ ചോദിക്കാറ്. മറ്റ് ജോലികളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതിനുവേണ്ടി ശ്രമിക്കുക. ഇഷ്ടംപോലെ കമ്പനീസ് ഇപ്പോഴും വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോട്ടോഷോപ്പ് പഠിപ്പിക്കുമെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. നോർമലി ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് പറയുന്നതും ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് എന്ന് പറയുന്നതും രണ്ടാണ്. പിന്നെ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ഒരു ടൂള് മാത്രമാണ് അതിൽ. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. അതിന് വേണ്ടിയിട്ട് ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളും നിങ്ങൾക്ക് പഠിപ്പിക്കുന്നുണ്ടാവും. നമുക്ക് ശരിക്കും അത് മതി. പിന്നെ ഇപ്പോൾ ഫോട്ടോഷോപ്പൊക്കെ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു ഡിസൈനർ ആവാന്ന് പറയുന്നത് തന്നെ ഒരു 2-3 years ഒക്കെ എടുക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്ക് ഇല്ല ശരിക്കും. പക്ഷേ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ നിങ്ങൾ ബ്രാൻഡിങ്ങിൻ്റെയും ഗ്രാഫിക് ഡിസൈനിൻ്റെയും അതുപോലെ UXൻ്റെയും കോപ്പി റൈറ്റിങ്ങിൻ്റെയും ഒക്കെ ഫണ്ടമെൻ്റൽസ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പോസ്റ്ററോ വീഡിയോ ഒക്കെ അഡ്വർടൈസ്മെൻറ്റ് പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടെക്നിക്കൽ പാർട്ട് മാത്രം ഓക്കെ ആയിട്ട് കാര്യമില്ല. അത് ഒരു ഓഡിയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലും കൂടെ അത് നോക്കാനായിട്ടും അവർക്കത് സ്യൂട്ടബിൾ ആണോ, അവർക്കത് വായിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ആസ്പെക്റ്റും കൂടെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണിത് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. അഡീഷണൽ സ്കിൽസ്, അതായത് കോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സുകൾക്ക് പുറമെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഏൺ ചെയ്യേണ്ട കുറച്ച് സ്കിൽ സെറ്റുകളുണ്ട്. അതായത് UX, ബ്രാൻഡിങ്, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പ്രൊഫഷണലിസം, വർക്ക് എത്തിക്സ്, ബിസിനസ് സ്റ്റാർട്ടപ്പ് ഫണ്ടമെൻ്റൽസ്, ബേസിക് അക്കൗണ്ടിങ്. പിന്നെ നിങ്ങൾ ഈ കോർ കോൺസെപ്റ്റുകളിലൊക്കെ അപ് ടു ഡേറ്റ് ആയിരിക്കുക എന്നുള്ളത്. പിന്നെ ഒരു ഗോ ഗെറ്റർ ആറ്റിറ്റ്യൂഡ്. ഇത്രയും കാര്യങ്ങളും ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആയിരിക്കുമ്പോൾ നമ്മൾക്ക് ഒരു വെബ് ഡെവലപ്പർ ഉണ്ടാവും, ഗ്രാഫിക് ഡിസൈനർ ഉണ്ടാവും. അതായത് വെബ്സൈറ്റും ഗ്രാഫിക് ഡിസൈൻ പോസ്റ്റേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അൾട്ടിമേറ്റ്ലി നമ്മളാണ് ഈ കാണുന്ന അസറ്റ്സിൽ നിന്നൊക്കെ കൺവേർഷൻ ഉണ്ടാക്കേണ്ട ആൾക്കാർ.
വെറുതെ ഒരു വെബ്സൈറ്റോ പോസ്റ്ററോ ഉണ്ടായതുകൊണ്ട് മാത്രം നമുക്ക് കൺവേർഷൻ ഉണ്ടാവില്ല. അതിൽ കൊടുത്തിരിക്കുന്ന കോണ്ടന്റോ അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സൊക്കെ നമ്മളുടെ കസ്റ്റമേഴ്സിന്, അതായത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന് ഫീസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്കിൽസിൻ്റെ ഒരു ആവശ്യകത വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ടെക്നിക്കൽ സ്കിൽസ് ഉണ്ടായതുകൊണ്ട് മാത്രം നമുക്കിതിൽ എക്സൽ ചെയ്യാൻ പറ്റില്ല. ടെക്നിക്കലും അതുപോലെ തന്നെ ഒരു ക്രിയേറ്റീവ് സൈഡും മാർക്കറ്റിംഗ് സൈഡും എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് നല്ല രീതിക്ക് ഒരു പ്രൊഡക്റ്റോ സർവീസോ മാർക്കറ്റ് ചെയ്യാൻ പറ്റുക. പ്രോജക്റ്റ് മാനേജ്മെൻറ്റും പ്രൊഡക്ടിവിറ്റി ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒക്കെ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും ലീഡർഷിപ്പ് പൊസിഷനിലേക്കൊക്കെ പോകാനായിട്ട് നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതുകൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ കോർ സിലബസിന് പുറമെ ഈ അഡീഷണൽ സ്കിൽ സെറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു 6 month ഫുൾ സ്റ്റാക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്റ്റുഡൻസിൻ്റെ FAQസിൻ്റെ ബേസിസിലാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കാനായിട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഡൗട്ട്സുകളുണ്ട് അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും കാര്യത്തിനൊക്കെ ക്ലാരിഫിക്കേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അതിലേക്ക് വാട്സപ്പ് ചെയ്യോ കോൾ ചെയ്യോ ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ